Alhamdulillah. Alhamdulillahi Rabbil Alamin. Allahumma salli ala Muhammadin wa ala ali Muhammad. നമുക്കിനി സൂറത്തു തൗബയിലെ 73-ാമത്തെ സൂക്തമാണ്. 73-ഉം 74-ഉം പരസ്പരം ചേർന്നുള്ളതാണെങ്കിലും ഇന്ന് 73 മാത്രം പറയാം ഇൻഷാ അല്ലാഹ്. أعوذ بالله من الشيطان الرجيم. يا أيها النبي جاهد الكفار والمنافقين واغلظ عليهم ومأواهم جهنم وبئس المصير. യാ അയ്യുഹൻ നബിയു, അല്ലയോ നബി, ജാഹിദിൽ കുഫാറ, നിഷേധികളോട് പൊരുതുക, വൽ മുനാഫിഖീന, കപടവിശ്വാസികളോടും, വഗ്ലുദ് അലൈഹിം, അവരെ കർക്കശമായി ഇടപെടുക, അവരെ കർശനമായി ഇടപെടുക, നേരിടുക. വ മഅ്വാഹും ജഹന്നമു, അവരുടെ മഅ്വ, അവർ സങ്കേതം, ജഹന്നമു, നരകമത്രേ. വ ബിഇസൽ മസീർ, ആ ചെന്നെത്തുന്ന സ്ഥലം എത്ര ചീത്തയായിരിക്കും, അല്ലെങ്കിൽ വളരെ ചീത്തയാണ് എന്നിവിടെ അർത്ഥം പറയാം. യാ അയ്യുഹൻ നബിയു, അല്ലയോ നബി, ജാഹിദിൽ കുഫാറ, നിഷേധികളോട് പൊരുതുക, വൽ മുനാഫിഖീന, കപടന്മാരോടും, വഗ്ലുദ് അലൈഹിം, അവരോട് കർക്കശമായ നിലപാട് സ്വീകരിക്കുക, വ മഅ്വാഹും ജഹന്നമു, അവരുടെ മഅ്വ, അവരുടെ സങ്കേതം, അവരുടെ അഭയസ്ഥലം, അൽ ജഹന്നമു, നരകമായിരിക്കും. വ ബിഇസൽ മസീർ, മസീർ എന്ന് പറഞ്ഞാൽ ചെന്നു ചേരുന്ന സ്ഥലം, ആ സ്ഥലം, ചെന്നു ചേരുന്ന സ്ഥലം ചീത്തയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നിഫാഖിൽ നിന്നും കുഫറിൽ നിന്നും നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. നരകശിക്ഷയിൽ നിന്നും നമുക്കവൻ മുക്തി രേഖപ്പെടുത്തുമാറാവട്ടെ. ഇസ്ലാമിക സമൂഹം മദീനയിൽ ഭീഷണി നേരിട്ട് കൊണ്ടിരിക്കുകയാണ്. ഖന്തഖ് യുദ്ധം, അഹ്സാബ് യുദ്ധം, അല്ല തബൂക്ക് യുദ്ധം, നേരത്തെ ഖന്തഖ് യുദ്ധം വരെ, പിന്നെ ഇപ്പോൾ നമ്മൾ തബൂക്ക് യുദ്ധത്തിൻ്റെ കാര്യമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. യുദ്ധത്തിന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ആഹ്വാനം ചെയ്യുമ്പോൾ അതിൽ നിന്ന് പല കാരണം പറഞ്ഞ് ഒഴിഞ്ഞു മാറി എന്നത് മാത്രമല്ല, യുദ്ധത്തിന് പുറപ്പെടുന്ന സ്വഹാബികളെ നിരന്തരമായി ആക്ഷേപിച്ചുകൊണ്ട് അവരുടെ മനോവീര്യം കെടുത്തുന്നൊരു നിലപാട്. അങ്ങനെ ഉണ്ടല്ലോ, ഒരു കാര്യത്തിന് പുറപ്പെടുന്ന ആൾക്കാരെ പറഞ്ഞിട്ട് പിന്തിരിപ്പിക്കുക. അതും ഈ മുനാഫിക്കുകൾ ചെയ്തിരുന്നു. അപ്പം മദീന പ്രദേശം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നേതൃത്വത്തിലാണ് ഉള്ളത്. എന്നിട്ട് മുനാഫിക്കുകൾ ചെയ്യുന്നത്, നമ്മൾ പറയാറില്ല, മെത്തയിലെ പാമ്പ് എന്ന് പറയാൻ, അപകടകാരിയാണ്. ആ സ്വഭാവമാണ് ചെയ്തത്. ആ സ്വഭാവം അവർ സ്വീകരിക്കുമ്പോൾ, പ്രത്യേകിച്ചും ഭീഷണി നേരിട്ട് കൊണ്ടിരിക്കുക, ഒരുമിച്ച് നിന്ന് പൊതുശത്രുവിനെതിരെ പൊരുതേണ്ട സമയത്ത്, പൊതുശത്രുവിനെതിരെ സംഘം ചേരേണ്ട സമയത്ത്, അതിന് തയ്യാറായവർ മാറി നിന്നു എന്ന് മാത്രമല്ല, തയ്യാറായവരെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്ന ഈ മുനാഫിക്കുകൾ, അവർ സമൂഹത്തിൻ്റെ അകത്ത് തന്നെയാണുള്ളത്. വലിയ അപകടമാണ്. സമൂഹത്തിൻ്റെ അകത്ത് നിന്ന് ഭീഷണി ഉണ്ടാകും. അപ്പോൾ അവരോട് വളരെ കർക്കശമായ നിലപാടാണ് ഇനി സ്വീകരിക്കേണ്ടതെന്ന് ഉണർത്തുക. അവർ ഇതുവരെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവർ ആരൊക്കെയാണെന്ന് അദ്ദേഹത്തിന് അറിയാം. അറിഞ്ഞിട്ട് പോലും അദ്ദേഹം സാധാരണ മുസ്ലിമീങ്ങളോട് പെരുമാറുന്ന മാതിരിയാണ് അവരോട് പെരുമാറിയിരിക്കുന്നത്. അതെന്തിനാണ് ഇങ്ങനൊരു ഭിന്നത ഉണ്ട് എന്ന് ആളുകൾ അറിയാതിരിക്കണം. ഒരുമിച്ച് തന്നെ പോവുകയാണെന്ന്.
പക്ഷേ കപടന്മാർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ മാന്യമായ ഇടപഴകലും മാന്യമായ പെരുമാറ്റവും സ്വഭാവമൊന്നും അവരിൽ മനംമാറ്റം ഉണ്ടാക്കണില്ല. എന്നാൽ ഒറ്റപ്പെട്ട ചില വ്യക്തികൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മഹാമനസ്കതയും ഈ മാസ്മരികമായ സ്വഭാവ വൈശിഷ്ട്യവും അതൊരാൾക്ക് അവകാശപ്പെടാൻ കഴിയാത്തതാണ്. അത് കണ്ടിട്ട് ചില ആളുകൾക്ക് മനംമാറ്റം ഉണ്ടായിട്ടുണ്ട്. ചില ആൾക്കാർ അവരുടെ കപട നിലപാട് തിരുത്തി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അംഗീകരിക്കുകയും പൂർണ്ണമായി നിഷ്കളങ്കരായ മുഅ്മിനീങ്ങളായി മാറുകയൊക്കെ ചെയ്തിട്ടുണ്ട്. എന്നാൽ പോലും അവരിലെ ഒരുപാട് ആൾക്കാർ ഈ റസൂൽ എന്ന് പറയുന്നൊരു മഹാവ്യക്തിത്വം, വല്ലാത്ത അത്ഭുതകരമായ വ്യക്തിത്വമാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ സ്വഭാവം, അദ്ദേഹത്തിൻ്റെ പെരുമാറ്റം, അദ്ദേഹത്തിൻ്റെ വർത്തമാനം, അദ്ദേഹം ആളുകളെ പരിഗണിക്കുന്നതും സ്നേഹിക്കുന്നതും ഇതൊന്നും കണ്ടിട്ട് ഒരു മനംമാറ്റം ഉണ്ടാവാതെ അദ്ദേഹത്തെ ഉപദ്രവിക്കാൻ ശ്രമിക്കുക, അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ വളർന്നു വരുന്ന ഇസ്ലാമിനെ തകർക്കാൻ ശ്രമിക്കുക, ഇസ്ലാമിൽ അണിചേർന്നിരിക്കുന്ന വിശ്വാസികളുടെ മനോവീര്യം കെടുത്തുക, ഈ നിലപാടൊക്കെ സ്വീകരിച്ചപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നബിനോട് പറയുക, ഇവരോടും കുഫാറുകളോടും പൊരുതണം. കുഫാർ എന്ന് പറഞ്ഞാൽ കാഫിറിൻ്റെ ഒരു ബഹുവചനം. കാഫിർ എന്നുള്ളതിൻ്റെ ബഹുവചനം കാഫിറൂൻ എന്നുണ്ട്. കാഫിർ എന്നുള്ളതിൻ്റെ തന്നെ ബഹുവചനം കുഫാർ. അവരാരാ? കുഫാർ എന്ന് ബഹുവചനം സ്വീകരിക്കുമ്പോൾ കടുത്ത പക വെച്ച് പുലർത്തുന്ന കാഫിറുകളാണ്. അവരാണ് കാഫിർ. കാഫിറുകൾ പല തട്ടിലുമില്ലേ? പലരുണ്ട്. ഒരു പകയില്ലാതെ മുസ്ലിമീങ്ങളുടെ അനുഭാവം പുലർത്തുന്ന സാധാരണക്കാരായ സ്നേഹമുള്ള എത്ര ആൾക്കാരുണ്ട്. എന്നാൽ ഉള്ളിൽ പകയുള്ള ആൾക്കാരുണ്ട്, പുറമേക്ക് പ്രകടിപ്പിക്കാത്തവർ. മുസ്ലിമീങ്ങളെ സഹായിക്കുന്നവരുണ്ട്, മുസ്ലിമീങ്ങളെ പിന്തുണക്കുന്നവരുണ്ട്. ആ കടുത്ത പക വെച്ച് പുലർത്തുന്നവരുണ്ട്, കടുത്ത പക വെച്ച് പുലർത്തി കൊല്ലാൻ നടക്കുന്നവരുണ്ട്. അതെല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവരെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അങ്ങനെയുള്ളവരോട് പൊരുതേണ്ട സമയത്ത് പൊരുതണം. ഇത് ആരോടായി പറയുന്നത്? വ്യക്തികളോടല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു രാജ്യത്തിൻ്റെ നേതാവാണ്. അപ്പോൾ അദ്ദേഹത്തോട് പറയുക, യുഹൻ നബിയു, അല്ലയോ നബി, ജാഹിദിൽ കുഫാറായി, അത്തരം വിരോധികളായ പക വെച്ച് പുലർത്തുന്ന, നിങ്ങളെ അവസരം കിട്ടിയാൽ ഉപദ്രവിക്കാനും പറ്റുമെങ്കിൽ കൊല്ലാനും ഒക്കെ നടക്കുന്നവരോട് പൊരുതണം. ഒരു ദയാദാക്ഷിണ്യം വേണ്ട, ഒരു ദാക്ഷിണ്യം വേണ്ട. വൽ മുനാഫിഖീൻ, അവരുടെ കൂടെ മുനാഫിഖീങ്ങളോട് ഇതുവരെയുള്ള മയപ്പെടുത്തിയുള്ള നിലപാട് തിരുത്തണം. അവരോട് പൊരുതന്നെ ഇനി വഴിയുള്ളൂ. അത് പിന്നെ തബൂക്ക് യുദ്ധം കഴിഞ്ഞ് വരുന്നോട് കൂടി തീരുമാനമായി, ഓല കാര്യം തീരുമാനമായി. പിന്നെ അവരെ ഒറ്റപ്പെടുത്തി. അത് സൂറത്ത് മുനാഫിഖൂൻ ആ കാര്യം വരുന്നുണ്ട്. മുജാഹിദിൽ കുഫാറ വൽ മുനാഫിഖീൻ, അവരോട് പൊരുതണം തന്നെ. ജിഹാദ് എന്ന് പറഞ്ഞാൽ പൊരുതൽ മാത്രമല്ല, ഇവിടെ പറയുന്നത് ആ നിർണായകമായ സന്ദർഭത്തിൽ ഇത്തരം ആളുകളെ ഒറ്റപ്പെടുത്തണം തന്നെയാണ്. അവരോട് പൊരുതേണ്ട സന്ദർഭത്തിൽ പൊരുതണം. അത് ഏതാ സന്ദർഭം? തബൂക്ക് യുദ്ധ യാത്രയുമായി ബന്ധപ്പെട്ടാണ് പറയുന്നത്. വഹുലുൽ അലൈഹിം, അവരോട് പാരുഷ്യം, കർക്കശമായ നിലപാട്, കർക്കശമായി ഒറ്റപ്പെടുത്തണം. അവർ കപടന്മാരാണെന്ന് ആ ബോധത്തോടു കൂടി തന്നെ. അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. പള്ളിയിൽ കടന്ന കപടനെ പള്ളിയിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ട്. നമുക്കിന്ന് അതറിയില്ല. അത് അള്ളാഹ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അറിയിച്ചു കൊടുക്കുക. പള്ളിയിൽ നിന്ന് പുറത്താക്കി. ഇതിലേറെ വലിയ മാനക്കേടുണ്ടാവും. ഒരു സഭയിൽ നിന്ന് പിടിച്ച് പുറത്താക്കുക പറഞ്ഞാൽ വിശ്വാസികളുടെ കൂട്ടത്തിൽ വന്നിരിക്കുകയാണ്. അത്ര വഷളാക്കേണ്ടി വന്നു അവരെ. ആർക്കാണ് ഇസ്സത്ത്? ഫലില്ലാഹിൽ ഇസ്സത്ത് വലി റസൂലിഹി വൽ മുഅ്മിനീൻ അല്ലേ? അവർ പറഞ്ഞില്ലേ, നമ്മൾ ഇസ്സത്തുള്ള, അന്തസ്സുള്ള, അഭിമാനമുള്ള ആൾക്കാർ മദീനയിൽ ചെന്ന അവിടുന്ന് വന്നുകൂടിയ ആൾക്കാരെ നമ്മൾ പുറത്താക്കുന്ന അബ്ദുല്ലാഹി ബിൻ ഉബൈ പറഞ്ഞല്ലോ. അത് എപ്പോഴാണ് പറഞ്ഞത്? തബൂക്ക് യുദ്ധ യാത്ര കഴിഞ്ഞ് വരുമ്പോഴാണ്. ആ സന്ദർഭത്തിൽ അയാൾ പ്രചരിപ്പിച്ചത് അങ്ങനെയാണ്. അപ്പോൾ വഹുലുൽ അലൈഹിം, അവരോട് ഇനി പരുക്കൻ നിലപാട് മതി. അങ്ങനെ മയപ്പെടുത്തി. സൂറത്തു ആൽ ഇംറാനിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹി ലിൻത ലഹും വലൗ കുൻത ഫല്ലൻ ഖലീലൽ ഖൽബി ലം ഫല്ലു മിൻ ഹൗലിക്. താങ്കൾ ഇതുവരെ അവരോട് വളരെ മയത്തിലും വളരെ സ്നേഹത്തിലും ഇനി വേണ്ട. ഈ മുനാഫിഖീങ്ങളോട് അങ്ങനെ വേണ്ട. അവരോട് കർക്കശമായിട്ടുള്ളതാണ്. അവരങ്ങനെ സോപ്പിട്ട് നിർത്തുന്നു വേണ്ട. അവർ വേറിട്ട് പൊയ്ക്കോട്ടെ, അവരിതിൽ വേണ്ട. വഹുലുൽ അലൈഹിം, അവരോട് പരുക്കനായി അല്ലെങ്കിൽ കർക്കശമായി ഇടപെടുക. ഇനി മുതൽക്ക് അവരോടൊരു ദയ ഉണ്ടാവില്ല എന്നർത്ഥം. വമഅവാഹും ജഹന്നം. കണ്ടോ, അവർ നരകത്തിലേക്ക് പോണവരാ. നരകം എന്ന് പറയുമ്പോൾ അത് മുനാഫിഖീങ്ങളെ പറ്റിയല്ലേ, കാഫിരീങ്ങളെ പറ്റിയല്ലേ. നമ്മളൊക്കെ സ്വർഗത്തിലാണല്ലോ തീരുമാനിച്ചു വച്ചിരിക്കുകയാണ് പലരും. അങ്ങനെ തീരുമാനിക്കാനായിട്ടില്ല. അങ്ങനെയാണെങ്കിൽ സഹാബിമാരൊന്നും പേടിക്കേണ്ടിണ്ടായിരുന്നില്ലല്ലോ. നരകം പേടിക്കേണ്ട കാര്യമില്ല. അവർ പേടിച്ച് കരയായിരുന്നില്ല പലപ്പോഴും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പേടിച്ചിട്ടുണ്ടായിരുന്നില്ല നരകത്തെ പറ്റി പറയുമ്പോൾ, വിചാരണയെ പറ്റി പറയുമ്പോൾ.
ഉമർ ഖത്താബ് റളിയല്ലാഹു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒരു പ്രാവശ്യം പറയാണ്, ഒരു പക്ഷി പറന്നു വന്നൊരു മരത്തിന്മേൽ ഇരിക്കുന്ന കണ്ടപ്പോഴേ, പക്ഷി നിന്നെപ്പോലെ ആയിരുന്നെങ്കിൽ എന്ത് സുഖമാണ്, വിചാരണയൊന്നുമില്ലല്ലോ. പരലോകം ആണ് സൂചിപ്പിക്കുന്നത്. നിന്നെപ്പോലെ ആയ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. ആലോചിച്ച് നോക്കി, ഒരു പക്ഷിനെ കാണുമ്പോൾ അത് ചത്തോടുകൂടി കഴിഞ്ഞല്ലോ, പിന്നെ വിചാരണയും സ്വർഗനരകമൊന്നുമില്ലല്ലോ എന്ന് അബൂബക്കർ സിദ്ദീഖ് ആത്മകഥം ചെയ്യുമാറ്, ആത്മകഥ അല്പം ഉറക്കെ തന്നെ, അതുകൊണ്ടാണ് നമുക്ക് മനസ്സിലാവുന്നത്, അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഒരിക്കൽ അദ്ദേഹം ഒരു മരം നടന്നു പോകുമ്പോൾ മരത്തിൽ നിന്ന് ഒട്ടകം ഇങ്ങനെ ഇല കടിച്ച് പറിച്ച് തിന്ന് അദ്ദേഹം പറയാണ്, പിന്നെ ഈ മരത്തിൻ്റെ മാതിരി ആയിരുന്നുവെങ്കിൽ, എന്നാൽ ഈ ഒട്ടകം അതിൻ്റെ ഇലയൊക്കെ കടിച്ച് പറിച്ച് തിന്ന് അവസാനം അത് ദഹിച്ച് കാഷ്ടമായി വിസർജിച്ച് പോകുമല്ലോ. വിചാരണനെ പേടിക്കുകയാണ്, അല്ലാതെ വിധിയെ പഴിക്കുകയല്ല. വിചാരണനെ പേടിച്ചിട്ട് വിചാരണ അത് സത്യമല്ല. ആദ്യം വിചാരണ ചെയ്യുന്ന നിസ്കാരത്തെക്കുറിച്ചാണ്. ഷഹാദത്ത് കലിമ ചൊല്ലിയുള്ളയാണല്ലോ അവർക്കുള്ള നിസ്കാരം. മറ്റുള്ളവർക്ക് അല്ലെങ്കിൽ തന്നെ അവർ നരകം തീരുമാനിച്ചു കഴിഞ്ഞു. പിന്നെ വിചാരണ ചെയ്യാൻ നമസ്കാരത്തിൻ്റെ കാര്യത്തിൽ ഒരു വീഴ്ചയും വരുത്തരുത് പ്രിയമുള്ളവർ, ഒരു വീഴ്ചയും വരുത്തരുത്. കഴിയുമെങ്കിൽ അത് അങ്ങനെ കഴിയണം, ജമാഅത്തായിട്ടാണ് നിർവഹിക്കണം. ഇൻഷാ അല്ലാഹ് അള്ളാഹ് തുണക്കുമാറാവട്ടെ. വിവാഹം ജഹന്നം പറയുമ്പോൾ നമ്മൾ പേടിക്കണം എന്നാണ് പറഞ്ഞത്. ബിഇസൽ മസീർ, അത് എത്ര ചീത്ത സങ്കേതമായിരിക്കും. എത്ര ചീത്ത എന്നുള്ള വാക്ക് ഒന്നാലോചിച്ച് നോക്കി. എന്താ നരകത്തിൻ്റെ അവസ്ഥ? അവിടെയുള്ള ശിക്ഷയുടെ കാഠിന്യം എത്ര. വെള്ളം കിട്ടൂല, പച്ചവെള്ളം കുടിക്കാനാണല്ലോ. ഒരു ദുരിതത്തിലകപ്പെട്ട ഒരാൾക്ക് പെട്ടെന്ന് ആവശ്യം എന്താണ്? എല്ലാവരും എന്താ ചെയ്യുക? ലേശം വെള്ളം കൊണ്ടുവരിയെന്നാണ് പറയുക, അല്ലേ? നമ്മളും തന്നെ അല്ല, അപകടത്തിൽപ്പെട്ട് കിടക്കുന്ന ഒരാൾക്ക് എന്താ ചെയ്യുക? ലേശം വെള്ളം കൊടുന്ന് ഒരു മുറുക്ക് കുടിക്കാനും കൊടുക്കും, മുഖത്തൊക്കെ ഒന്ന് കുടയും. അതാണ് ഒരാൾ ആദ്യം ആവശ്യപ്പെടുക. നരകത്തിൽപ്പെട്ടാലും അങ്ങനെ തന്നെ. പക്ഷേ കിട്ടൂല. ഇനി കുടിക്കാൻ കൊടുക്കുകയാണെങ്കിൽ തന്നെ എന്തായിരിക്കും നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ബിഇസൽ മസീർ എന്ന് പറയുമ്പോൾ ആ പദം നരകശിക്ഷയുടെ വിചിത്രമായ, അതികഠിനമായ, കൊടൂരമായ കാര്യങ്ങളൊക്കെ. അപ്പോൾ അള്ളാഹിനോട് കാവലിന് ചോദിക്കണം എന്നാണ് ഞാൻ പറഞ്ഞു. അള്ളാഹു തആല നമ്മളെ നരകത്തിൽ നിന്ന് രക്ഷിക്കുമാറാവട്ടെ. ഒന്നുകൂടെ അർത്ഥം പറഞ്ഞു നിർത്തുക. യാ അയ്യുഹൻ നബിയു, അല്ലയോ നബി, ജാഹിദിൽ കുഫാറുകളോട്, നിഷേധികളോട്, കൊടും നിഷേധികളോട് പൊരുതുക. വൽ മുനാഫിഖീന, കപടന്മാരോടും, വഗ്ലുൽ അലൈഹിം, അവരോട് കർക്കശമായ നിലപാട് സ്വീകരിക്കുക. വമഅവാഹും ജഹന്നമു, അവരുടെ സങ്കേതം നരകമത്രേ. വബിഇസൽ മസീർ, ആ ചെന്നു ചേരുന്ന സ്ഥലം എത്ര ചീത്തയായിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കുമാറാവട്ടെ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.